ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം എടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ചൊവ്വാഴ്ച കൂടിയായ 5-ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ചിത്രത്തിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തുങ്കൽ, ടോവിനോ തോമസ്, ഗിരീഷ് ഏടി, ജീൻ പോൾലാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,02,00,000 രൂപയായിരുന്നു. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 7,27,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 9,53,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 8 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 17,53,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 11,20,000 രൂപയാണ്. 4 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി ആദ്യ 4 ദിവസം കൊണ്ട് 93,50,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $10,000 അതായത് 12,31,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,05,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് 100 സ്വാമി. ശശി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ് ആന്റണി, സ്വാസിക, അജയ് ദിഷൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 5,80,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 4 ദിവസം കൊണ്ട് 5,72,00,000, കർണാടകയിൽ 38 ലക്ഷം, ആന്ധ്രാപ്രദേശിൽ 73 ലക്ഷം, തെലങ്കാനയിൽ 32 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം എന്നിങ്ങനെ 7,25,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് നിന്ന് 1,10,00,000 രൂപയും സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി 8,35,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 15 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 12 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായ സിനിമയ്ക്ക് 4,05,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മാറിയ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. BB നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ഗൗതമി, ശ്രീമുഖി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 23 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തെലങ്കാനയിൽ മാത്രം 13,89,00,000, ആന്ധ്രയിൽ 9,37,00,000, കർണാടകയിൽ 5,08,00,000, തമിഴ്നാട്ടിൽ 2,88,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 31,90,00,000 രൂപയാണ്. വിദേശത്ത് $1.54 മില്യൺ അതായത് 14,58,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 46,48,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. മഡോക്ക ഫിലിംസ് നിർമ്മിച്ച് ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സെനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. കോക്ടെയിൽ 2 ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 24,90,500 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 66,41,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $2.07 മില്യൺ അതായത് 19,63,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 86,04,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 19 തിയേറ്ററിലെത്തിയ മറാഠി സിനിമയാണ് ഗബദ് ഗുണ്ട്. പ്രീതം SK പാട്ടീൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സ്മിത പെയ്തുഗുഡെ, സാഹിൽ അന്നർദേവർ, കുശാർ ബദ്രികെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മഹാരാഷ്ട്രയിൽ നിന്ന് ആദ്യ 4 ദിവസം കൊണ്ട് 3,26,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് 65,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3,27,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. 6 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് ഷെയറായി 1,60,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.